നമസ്കാരം. നമ്മളിന്ന് പ്രഷർ ചീര തോരൻ വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് പ്രഷർ ചീര എടുത്ത് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നാളികേരം ചിരകിയതും, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേനും ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ടില്ലേ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ ഒതുക്കിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന നമ്മുടെ പ്രഷർ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പ്രഷർ ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ഒതുക്കിയതും ചീരയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറുതീയിൽ അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ചീര ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ പ്രഷർ ചീരത്തോരൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പ്രഷർ ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.